ചെവിയിൽ നിന്നും പഴുപ്പ് വരുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ചെവിയിൽ നിന്നും പഴുപ്പ് വരാനുള്ള പ്രധാന കാരണം നമ്മുടെ മധ്യകർണത്തിലുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്. ഈ മധ്യകർണത്തിലേക്ക് ഇൻഫെക്ഷൻ എങ്ങനെയാണ് എത്തുന്നതെന്ന് വെച്ചാൽ, നമുക്ക് മൂക്കിലോ അല്ലെങ്കിൽ തൊണ്ടയിലോ ഒക്കെ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മൂക്കും ചെവിയും കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബ് വഴി മധ്യകർണത്തിലേക്ക് എത്താം. അങ്ങനെ ആ ഇൻഫെക്ഷൻ അവിടെ സ്പ്രെഡ് ആയതിനു ശേഷം ആ പഴുപ്പ് പുറത്തേക്ക് വരുന്നത് നമ്മുടെ കർണപടത്തെ പൊട്ടിച്ചുകൊണ്ടാണ്. അപ്പോൾ കർണപടത്തിൽ എന്തായാലും ഒരു ദ്വാരം ഉണ്ടാകും. അതിൽ കൂടിയായിരിക്കും പഴുപ്പ് പിന്നെ നമ്മുടെ ചെവിയുടെ പുറത്തേക്ക് എത്തുന്നത്. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും ചെവിയിൽ എന്തെങ്കിലും ഇട്ട് തിരിക്കാനോ ചെവി കഴുകാനോ ഒന്നും പാടില്ല. മാത്രമല്ല, കുളിക്കുമ്പോൾ ചെവിയിൽ വെള്ളം കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു ENT സർജനെ കണ്ട് കൃത്യമായ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ ഡോക്ടർ നിങ്ങളുടെ ചെവി ക്ലീൻ ചെയ്ത് നോക്കും. അതിലുള്ള പഴുപ്പെല്ലാം ചിലപ്പോൾ സക്ഷൻ ചെയ്ത് വലിച്ചെടുക്കും. അതിനുശേഷം ദ്വാരമുണ്ടെങ്കിൽ നിങ്ങളടുത്ത് അത് പറയും. മിക്ക കേസിലും ഈ ദ്വാരം ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഒക്കെ അടഞ്ഞു പോകും. പക്ഷേ ചില കേസിൽ ഇത് അടയാതെ ഒരു 3 മാസത്തോളം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ദ്വാരമായിട്ട് മാറും. അങ്ങനെയുള്ള കേസിൽ മാത്രമാണ് നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ പഴുപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ ഉള്ളത് എന്ന് നോക്കാം. ആദ്യത്തെ ചികിത്സാ രീതി എന്ന് പറയുന്നത് അത് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. ആ പഴുപ്പിനെ നമ്മൾ സക്ഷൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡ്രൈ മോപ്പിംഗ് എന്ന് പറയും, പരുത്തി കോട്ടനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചികിത്സാ രീതി. അതിനുശേഷം നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ ചിലപ്പോൾ ചെവിയിലിടാൻ വേണ്ടിയും അതുപോലെ തന്നെ ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ചെവിയിൽ വെള്ളം കയറാതെ ശ്രദ്ധിക്കണം. അതിനുശേഷം ഡോക്ടർ കൃത്യമായി പറയുന്ന ഫോളോ അപ്പ് എടുത്ത് നോക്കിയതിന് ശേഷം ആ ഹോൾ അടയുന്നുണ്ടോ എന്നുള്ളത് അസസ് ചെയ്ത് നോക്കണം. അടയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അത് നിങ്ങൾ പൂർവാധികം അത് പഴയ സ്ഥിതിയിലേക്ക് തന്നെ വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരുന്ന ആളാണ് അല്ലെങ്കിൽ അലർജി ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ചെവിയിൽ നിന്നും പഴുപ്പ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ അലർജിയുടെ ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് എടുക്കേണ്ടതാണ്. ഇനി ഈ ഹോള് പെർമനൻ്റ് ആയി എന്ന് വെക്കുക. ഞാൻ പറഞ്ഞല്ലോ 3 മാസം കഴിഞ്ഞിട്ടും ഈ ഹോൾ അടയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ വേണ്ടി വരും. സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദ്വാരം അടക്കുന്ന ശസ്ത്രക്രിയയാണ് ഉദ്ദേശിച്ചത്. നമ്മൾ മെറിങ്കോപ്ലാസ്റ്റി അഥവാ ടിമ്പാനോപ്ലാസ്റ്റി എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇത് അടച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. പറഞ്ഞു തരാം. അടച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ കർണപടത്തിലുള്ള ദ്വാരം നമ്മുടെ അറ്റ്മോസ്ഫിയറായിട്ട്, അന്തരീക്ഷമായിട്ട് അത് കണക്റ്റ് ആവും. മാത്രമല്ല, ഈ എയർ കറൻസ്, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള എയർ കറൻസ് കൃത്യമായിട്ട് ആ ദ്വാരത്തിൽ കൂടെ നമ്മുടെ മധ്യകർണത്തിലേക്ക് എത്തുകയും ചെയ്യും. ഇതുവഴി അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകാനും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകാനും ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ ഉണ്ടല്ലോ, ആ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില വിഷാംശമുണ്ട്, ടോക്സിൻസ് എന്ന് പറയും. ഈ ടോക്സിൻസ് നമ്മുടെ മധ്യകർണത്തിൽ നിന്നും ആന്തരിക കർണം, ഉൾച്ചെവി എന്ന് പറയും, അതിലേക്ക് കയറുകയും മെല്ലെ അത് നമ്മുടെ കേൾവിയെ ഇല്ലാതാക്കുകയും ചെയ്യും. 1, 2, 3 പ്രാവശ്യം ഇൻഫെക്ഷൻ വന്നു എന്ന് വെച്ച് കേൾവി കുറയണമെന്നില്ല. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു പ്രത്യേക ഒരു കാലയളവ് കഴിയുന്ന നേരത്ത് കേൾവിക്കുറവ് നിങ്ങൾക്ക് വരും. ഈ കേൾവിക്കുറവ് 2 രീതിയിലാണ് ഇതിൽ വരുന്നത്. ഒന്ന്, കർണപടത്തിന് ദ്വാരം ഉള്ളത് കൊണ്ടുള്ള കേൾവിക്കുറവ്. രണ്ടാമത്തത്, ഈ ഉൾച്ചെവിയിലുള്ള ഞരമ്പിനെ അത് ബാധിച്ചത് കൊണ്ടുള്ള കേൾവിക്കുറവ്. അപ്പോൾ ഈ ഉൾച്ചെവിയിലുള്ള ഞരമ്പിനെ ബാധിച്ചുകൊണ്ടുള്ള കേൾവിക്കുറവ് നമുക്ക് സർജറി കൂടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ കർണപടത്തിലെ ദ്വാരം കൊണ്ടുള്ള കേൾവിക്കുറവ് നമുക്ക് ഒരു പരിധിവരെ സർജറി കൊണ്ട് കൃത്യമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെവിയിൽ നിന്നും പഴുപ്പ് വരുന്ന പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ENT സർജനെ കണ്ട് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഈ ടിമ്പാനോപ്ലാസ്റ്റി അഥവാ മെറിങ്കോപ്ലാസ്റ്റി എന്താണെന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടെ കാണാം. താങ്ക്